നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഇരട്ട സംഖ്യയിൽ വിജയിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും രാജ്നാഥ് സിംഗ്. തളങ്കര പള്ളിയിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സന്ദർശനത്തെ തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ UDF 20-ൽ 20 സീറ്റ് നേടുമെന്നും ചെന്നിത്തല. കാസർഗോഡ് തെക്കിലിലെ കൂട്ട വാഹനാപകടം. അപകട കാരണമായത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ദേശീയപാത കരാർ കമ്പനി 2 ട്രെയിലർ ലോറികളിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നത്. കല്ലുമ്മക്കായ കൃഷിയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായ കൗവായിക്കായലിലെ കൃഷിയിടങ്ങൾ അധികൃതർ സന്ദർശിച്ചു. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് തീരുമാനമായില്ല. KCN ഇംപാക്ട്. കാസർഗോഡ് പടനയിൽ ഓടിക്കൊണ്ടിരുന്ന മോട്ടോർ ബൈക്കിന് തീപിടിച്ചു. തളിപ്പറമ്പിലെ ആഷിഖിന്റെ ബൈക്കാണ് കത്തി നശിച്ചത്. കാസർഗോഡ് നഗരസഭയിൽ മാലിന്യ നീക്കം നിലച്ചിട്ട് 3 ആഴ്ച പിന്നിടുന്നു. ഫാക്ടറികൾക്കെത്തിക്കുന്ന ഏജൻസികൾക്ക് കുടിശ്ശിക കൃത്യമായി നൽകാത്തതാണ് മാലിന്യം നീക്കം ചെയ്യാത്തതിന് കാരണം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഇരട്ട സംഖ്യയിൽ വിജയിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കുകളെ മറയാക്കി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊള്ള നടത്തുകയാണെന്നും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരമെന്ന മലയാള മാമുഖത്തോടെയായിരുന്നു രാജ്നാഥ് സിംഗ് പ്രസംഗം തുടങ്ങിയത്. രാമൻ ഇന്ത്യയുടെ സാംസ്കാരിക നായകനാണെന്നും എന്നാൽ ഇത് അംഗീകരിക്കുവാൻ CPM-ഉം കോൺഗ്രസും തയ്യാറല്ലെന്നും രാമനെ എതിർത്തവരെയെല്ലാം ജനങ്ങൾ ഒഴിവാക്കിയ ചരിത്രമാണുള്ളതെന്നും അത്തരത്തിൽ നിഷ്കാസനം ചെയ്യപ്പെട്ടവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. जिसने राम को अपोज किया है उसका डाउनफॉल हो कर रहा है, कोई रोक नहीं पाया है. कांग्रेस ने अपोज किया अयोध्या की धरती पर भव्य राम मंदिर बनने का. आज कांग्रेस की क्या हालत इस देश में हो गई है आप देख सकते हैं. लेफ्ट पार्टी आज कुछ पॉकेट्स को छोड़ दिया जाए. लेफ्ट पार्टी भी अब भारत से अब समाप्त सी हो गई. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ രാജ്നാഥ് സിംഗ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയതായും പുതിയ പ്രകടന പത്രികാ പ്രകാരം ഇന്ത്യയെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തുമെന്നും പറഞ്ഞു. BJP का इलेक्शन मैनिफेस्टो यानी मोदी यू डे गारंटी नेक्स्ट 5 इयर्स में भारत को वर्ल्ड 3rd लार्जेस्ट इकोनॉमी बनाना, यही मोदी यू डे गारंटी. കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ വിമർശിച്ച രാജ്നാഥ് സിംഗ് ഇടത് വലത് മുന്നണികൾ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയതായും ഇവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞു. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ഇടത് വലത് മുന്നണികളെ ഒഴിവാക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഇരട്ട സംഖ്യയിൽ വിജയിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. केरला में लॉ एंड ऑर्डर की सिचुएशन बर्बाद हो चुकी है. यहां तक कि चर्च के प्रीस्ट को भी वायलेंस का शिकार होना पड़ रहा है. कितने ही कम कॉलेज कैंपस कम्युनिस्ट जो है वर्कर्स के अड्डे बन गए हैं. वीमेन, यूथ और सोसाइटी के हर सेक्शन को भय लगता है और राज्य में माने पावर में बैठे हुए लोग चैन की नींद सो रहे हैं. ഇന്ത്യയിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും അവസ്ഥ ദയനീയമാണ്. കോൺഗ്രസിന് MLA-മാർ പോലുമില്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ത്രിപുരയിൽ നിന്നും ജനങ്ങൾ ഒഴിവാക്കി. ഈ 2 മുന്നണികളെയും കേരളത്തിൽ നിന്നും പുറത്താക്കി അതിർത്തിയിൽ നോ എൻട്രി ബോർഡ് സ്ഥാപിക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. किक आउट कर देती है तो फिर अपने स्टेट के बॉर्डर पर वह लिख देती है नो एंट्री अगेन फॉर कम्युनिस्ट पार्टी एंड कांग्रेस. ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളെന്നും ഇവരുടേത് പഴഞ്ചൻ ചിന്താഗതിയാണെന്നും അതിനാൽ തന്നെ വികസനത്തിനായി പുരോഗമന ചിന്താഗതിയുള്ള NDAയെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് വിശ്വാസമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു.
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. कांग्रेस या लेफ्ट जो लोग केरला में मजबूत रहे तो केरला को डिस्ट्रॉय करने से कोई नहीं रोक सकता. हमें कम से कम इतना मजबूत, इतना पावरफुल हमको बना दीजिए ताकि हम इनको चेक कर सकें और अगली बार केरल में क्लियर मेजॉरिटी से हम BJP की गवर्नमेंट बना सकें. 1 ലക്ഷം കോടി രൂപയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപമായി ഉള്ളത്. CPM നേതാക്കൾ ഇവ കൊള്ളയടിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. केरला में 300 से ज्यादा कोऑपरेटिव बैंक हैं और इनके पास केरला के लोगों का करीब 1 लाख करोड़ रुपया डिपॉजिट है. CPM की करप्शन की वजह से यह पैसा रिस्क में पड़ गया है. कितने ही कोऑपरेटिव बैंकों में CPM के सदस्यों द्वारा गरीबों का पैसा लूटा गया है. इस करप्शन में CPS के नेताओं ने जो ब्राइब्स ली हैं, जो रिश्वत ली है, वो भी सैकड़ों करोड़ों रुपए में है, ऐसा कहा जाता है. हम लोग इसकी सख्ती के साथ जांच कराएंगे और अब तक स्कैम करने वालों के करीबी 90 करोड़ रुपए की संपत्ति को अटैच हो चुकी है और मैं एश्योर करना चाहता हूं हमारी गवर्नमेंट आएगी, आपका पैसा जो स्कैम में चला गया है उसे आप वापस करेंगे. BJP ജില്ലാ സംസ്ഥാന നേതാക്കളും പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തളങ്കര പള്ളിയിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സന്ദർശനത്തെ തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജനസഭയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KK ശൈലജയെക്കുറിച്ചുള്ള മോശം പരാമർശത്തെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ നേതാക്കൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. നേരത്തെ ഇത്തരത്തിൽ പരാമർശം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ UDF 20-ൽ 20 സീറ്റ് നേടുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മതേതരത്വത്തിന് പേര് കേട്ട നാടാണ് കേരളവും, പ്രത്യേകിച്ച് കാസർഗോഡ്. തളങ്കര അതിനേക്കാൾ പേര് കേട്ട നാടാണ്. അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിക് ദിനാർ ഉള്ളത്. അവിടെ പോകുന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ അപകീർത്തിപ്പെടുത്തത്തക്ക നിലയിൽ, വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ സഹായിക്കത്തക്ക നിലയിൽ CPM ഒരു വീഡിയോ ഇറക്കിയത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനുവേണ്ടി പരാതി നൽകും. അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ശരി. സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പേജിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥിക്കെതിരായി ഇത്തരം പ്രചരണങ്ങൾ നടത്തുകയും അത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതി ഒരിക്കലും CPM പോലൊരു പ്രസ്ഥാനം സ്വീകരിക്കാൻ പാടില്ല. ദൗർഭാഗ്യകരമാണ്. സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സംഭവം, ഇതൊക്കെ ഇത് സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ആർക്കും എന്തും ചെയ്യാവുന്ന നിലപാടുണ്ടാകുന്നത് ശരിയല്ല. അത് MM മണി പറഞ്ഞപ്പോഴും ഞങ്ങൾ അതിനെ എതിർത്തവരാണ്. MM മണി വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അത് ഞങ്ങൾ നാട്ടുഭാഷയാണെന്ന് പറഞ്ഞില്ല. രാഹുൽ മാക്കൂട്ടം അത് പറഞ്ഞപ്പോൾ അതിനെ ഞാൻ ശക്തമായി എതിർത്ത ഒരാളാണ്. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. രാഷ്ട്രീയമുണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും പദപ്രയോഗങ്ങളും എല്ലാം വളരെ മാന്യമായി തന്നെ പറയാം. നമ്മൾ ജനങ്ങളുടെ മുമ്പിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കാസർഗോഡ് തെക്കിലിലെ കൂട്ട വാഹനാപകടം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ദേശീയപാത വഴി കരാർ കമ്പനി 2 ട്രെയിലർ ലോറികളിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നതാണ് അപകടത്തിന് കാരണമായത്. ട്രെയിലർ ലോറികൾക്ക് പുറമെ പിക്കപ്പ് വാൻ, 2 കാറുകൾ, ഒരു ഗുഡ്സ് റിക്ഷ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ നിർമ്മാണ സാമഗ്രികളുമായി പോകുകയായിരുന്ന ട്രെയിലറുകളാണ് അപകടത്തിൽപ്പെട്ട 2 വാഹനങ്ങൾ. ചെർക്കളയിലെ മേൽപ്പാല നിർമ്മാണ ആവശ്യത്തിനായി ഒരു ട്രെയിലറിൽ 17.5 മീറ്റർ നീളമുള്ള പൈലിംഗ് റിഗും പിന്നാലെ മറ്റൊരു ട്രെയിലറിൽ അനുബന്ധ ഉപകരണങ്ങളുമാണ് ഉണ്ടായത്. തെക്കിലെത്തിയപ്പോൾ ഈ വാഹനങ്ങളെ മറികടന്നു വന്ന പിക്കപ്പ് വാൻ എതിരെ വന്ന ബസ്സിന് വഴിയൊരുക്കിയപ്പോൾ 2 ട്രെയിലറുകളുടെ നടുവിൽപ്പെട്ടു.
ഇതിനിടെ മുൻപിലുണ്ടായിരുന്ന ട്രെയിലർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ ഇരുമ്പ് റിഗ് പിക്കപ്പിൻ്റെ ക്യാബിനിലൂടെ പുറത്തു കടന്ന് പിറകെയുണ്ടായിരുന്ന ട്രെയിലറിൻ്റെ ക്യാബിനിലേക്ക് തുളഞ്ഞു കയറി. അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തെ തുടർന്ന് പിറകിലെ ട്രെയിലർ പെട്ടെന്ന് നിർത്തുവാൻ ശ്രമിച്ചപ്പോൾ കൂറ്റൻ ഉപകരണങ്ങൾ ദേശീയപാതയിലേക്ക് ഉരുണ്ടു വീണ് 2 കാറുകളും ഒരു ഗുഡ്സ് റിക്ഷയും തകർന്നു. തലനാരിഴയ്ക്കാണ് മറ്റ് ദുരന്തങ്ങൾ ഒഴിവായത്. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്കും ഇടതുവശത്തിരുന്നിരുന്ന ആൾക്കും പിറകിലെ ട്രെയിലറിലെ ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. മേഘയുടെ സംവിധാനങ്ങൾ അടിയന്തിരമായി എത്തിച്ചാണ് പിക്കപ്പിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ മേൽപ്പറമ്പ് പോലീസിൻ്റെ വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു. ഇതിൽ ഒരാളുടെ പരിക്ക് സാരമുള്ളതാണ്. അപകടത്തെ തുടർന്ന് 3/4 മണിക്കൂർ നേരത്തോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചട്ടഞ്ചാലിൽ നിന്നും ദേളി വഴി കാസർഗോട്ടേക്ക് ഗതാഗതം തിരിച്ചുവിട്ടു. രാവിലെ 8-നും 10-നും വൈകിട്ട് 4-നും 6-നും ഇടയിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണമുള്ളപ്പോഴാണ് ട്രെയിലറുകളിൽ കൂറ്റൻ നിർമ്മാണ ഉപകരണങ്ങൾ കൊണ്ടുപോയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കല്ലുമക്കായ കൃഷിയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായ കവ്വായി കായലിലെ കൃഷിയിടങ്ങൾ ഫിഷറീസ് വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് തീരുമാനമായിട്ടില്ല. KCN ഇംപാക്ട്. കടുത്ത ചൂടിൽ കായൽ ജലത്തിലുണ്ടായ മാറ്റമാണ് കല്ലുമക്കായ കർഷകരെ കണ്ണീരിലാഴ്ത്തിയിട്ടുള്ളത്. അനിയന്ത്രിതമായ ചൂട് മുകൾ തട്ടിലുള്ള വിളവെടുക്കാറായ കല്ലുമക്കായകളെ വാപ്പിളർത്തി കായലിൽ കൊഴിഞ്ഞു വീഴുന്നതിന് കാരണമാവുകയായിരുന്നു. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ കൃഷി ചെയ്തു വരുന്നുവെന്ന ഖ്യാതിയുള്ള കവ്വായി കായലിൽ ഇത്തവണ കല്ലുമ്മക്കായ കൃഷിയിൽ വ്യാപകമായാണ് നാശനഷ്ടമുണ്ടായത്. കൃഷിയിടങ്ങൾ ഫിഷറീസ് വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. ഫിഷറീസ് വകുപ്പ് കോർഡിനേറ്റർമാരായ K. രവി, KV പ്രീത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം 2 ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിലായി സന്ദർശനം നടത്തി. കൂടുതൽ നാശങ്ങളുണ്ടായ IT, മാടക്കാൽ പ്രദേശങ്ങളിലെത്തിയാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. വേനൽ കാഠിന്യത്തിൽ കായലിലെ വെള്ളത്തിന്റെ ചൂട് കൂടിയതും വേനൽ മഴ ഇല്ലാതായതുമാണ് ലക്ഷങ്ങളുടെ നഷ്ടം കല്ലുമ്മക്കായ കർഷകർക്ക് വരുത്തിവെച്ചത്. മത്സ്യത്തൊഴിലാളികളും കർഷക കൂട്ടായ്മകളും കുടുംബശ്രീ യൂണിറ്റുകളും വ്യക്തികളും ഉൾപ്പെടെ ഇറക്കിയ കല്ലുമ്മക്കായ കൃഷിയാണ് കടുത്ത ചൂടിൽ നശിച്ചത്. എന്നാൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും തീരുമാനമൊന്നും ഉണ്ടായില്ല. അതേസമയം കല്ലുമ്മക്കായ സംസ്കരണത്തിനും വിപണനത്തിനും പ്രദേശത്തെ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം വർഷങ്ങളായി കർഷകരും വിവിധ കൂട്ടായ്മകളും ഉന്നയിച്ചു വരുന്നുണ്ടെങ്കിലും ഫിഷറീസ് വകുപ്പിൽ നിന്നോ വിവിധ ഏജൻസികളിൽ നിന്നോ ഒരനക്കവും ഉണ്ടായിട്ടില്ല. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പടന്നയിൽ ഓടിക്കൊണ്ടിരുന്ന മോട്ടോർ ബൈക്കിന് തീപിടിച്ചു. തളിപ്പറമ്പിലെ ആഷിഖിന്റെ ബൈക്കാണ് കത്തി നശിച്ചത്. പടന്ന എടച്ചാക്കയിലായിരുന്നു സംഭവം. ആഷിഖിന്റെ സഹോദരനും സുഹൃത്തും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ബൈക്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയാണ് ബൈക്കിന്റെ മുൻഭാഗത്ത് നിന്ന് തീ ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തൃക്കരിപ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. ബൈക്ക് ഏറെ സമയം പാർക്കിംഗ് സ്ഥലത്തെ വെയിലത്തായിരുന്നു നിർത്തിയിട്ടിരുന്നത്. ഇതാണ് തീപിടിക്കാൻ കാരണമായതെന്നാണ് സംശയിക്കുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരസഭയിൽ ഹരിതകർമ്മസേന മുഖേനയുള്ള മാലിന്യ നീക്കം നിലച്ച് 3 ആഴ്ച പിന്നിടുന്നു. ഫാക്ടറികൾക്ക് എത്തിക്കുന്ന ഏജൻസികൾക്ക് കുടിശ്ശിക കൃത്യമായി നൽകാത്തതാണ് മാലിന്യം നീക്കം ചെയ്യാത്തതിന് കാരണം. വീടുകളിൽ നിന്ന് 50 രൂപ നിരക്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപ നിരക്കിലുമാണ് ഹരിതകർമ്മസേന മാലിന്യ നീക്കത്തിന് ഈടാക്കുന്നത്. ഇത്തരത്തിൽ നഗരസഭാ പരിധിയിലെ 38 വാർഡുകളിലായി വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒരു മാസത്തിനിടെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങളാണ് വാർഡുകൾ തോറും മിനി MCF യൂണിറ്റിൽ കെട്ടിക്കിടക്കുന്നത്. മാലിന്യം നീക്കം ചെയ്യണമെങ്കിൽ വിദ്യാനഗറിൽ ഹരിതകർമ്മസേന നിക്ഷേപിച്ച റിജക്റ്റഡ് വേസ്റ്റ് ആദ്യം നീക്കം ചെയ്യണം. 8000 വീടുകളിൽ നിന്നും 2000-ഓളം കടകളിൽ നിന്നും ശേഖരിച്ച 2.5 ലക്ഷത്തോളം കിലോഗ്രാം റിജക്റ്റഡ് വേസ്റ്റാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഹരിതകർമ്മസേനയ്ക്ക് നഗരസഭ അനുവദിച്ച ഇലക്ട്രിക് വാഹനത്തിലാണ് വിദ്യാനഗറിലെ MCF യൂണിറ്റിൽ മാലിന്യങ്ങൾ എത്തിക്കുന്നത്. ഏജൻസി മുഖേനയാണ് ഇത് തരംതിരിച്ച് ഫാക്ടറിക്ക് നൽകുന്നത്. നഗരസഭ ടെൻഡർ ചെയ്ത ഏജൻസി മുഖേന കർണാടകയിലെ സിമന്റ് ഫാക്ടറിക്ക് ഉൾപ്പെടെയാണ് പതിവായി ഇവ കൊണ്ടുപോകുന്നത്. 1 വർഷത്തിനിടെ ഹരിതകർമ്മസേന ഇവിടെ നിക്ഷേപിച്ച 300 ടൺ മാലിന്യത്തിൽ 200 ടൺ വേസ്റ്റ് കഴിഞ്ഞ മാസം സിമന്റ് ഫാക്ടറിക്ക് നൽകിയിരുന്നു.
വിദ്യാനഗറിൽ നഗരസഭാ സ്ഥലത്ത് ഇപ്പോൾ തരംതിരിവ് മന്ദഗതിയിലാണ്. നിരസിക്കപ്പെട്ട 100 ടൺ മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമാണ്. മാലിന്യം നീക്കം ചെയ്ത് ഫാക്ടറികൾക്ക് എത്തിക്കുന്ന നിലവിലുള്ള ഏജൻസിക്കും മുൻ ഏജൻസികൾക്കും നഗരസഭ 30 ലക്ഷത്തിലേറെ രൂപ കുടിശ്ശിക നൽകാനുണ്ട്. അത് കൃത്യമായി നൽകാത്തതാണ് മാലിന്യ നീക്കം വൈകാൻ കാരണം. മാലിന്യ നീക്കം നിലച്ചതിനോടൊപ്പം പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. ഇതും പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട്. മാലിന്യ നീക്കം നിലച്ചതോടെ ഹരിതകർമ്മസേനയ്ക്ക് ജോലിയില്ലാതായി. മാലിന്യ നീക്കമില്ലാതെ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ഓട്ടവും നിലച്ചു. നഗരസഭയിലെ മാലിന്യ നീക്കം താളം തെറ്റിയാൽ ശുചിത്വ മിഷന്റെ നടപടിയുണ്ടാകും. വൻതുക പിഴ വരും. നഗരസഭയിലെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ശുചീകരണ തൊഴിലാളികൾ ശേഖരിക്കുന്ന മാലിന്യം ചാക്കുകളിലാക്കി നഗരസഭ ഓഫീസിന് സമീപം നിക്ഷേപിച്ചു വരികയാണ്. നഗരസഭയിലെ മാലിന്യ നീക്കം 2 ആഴ്ചയ്ക്കകം പുനരാരംഭിക്കുമെന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പറയുന്നത്. വിദ്യാനഗറിൽ മാലിന്യ നീക്കം 80% പൂർത്തിയായി കഴിഞ്ഞു. കാസർഗോഡ് നഗരം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. മാലിന്യങ്ങൾ പൊതുയിടങ്ങളിലും പാതയോരങ്ങളിലും കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഇവ അടിയന്തരമായി നീക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ക്യാമറ പേഴ്സൺ ഗണേഷ് പൈക്കിയോടൊപ്പം അമ്പിളി ബാലശമ്മ, KCN ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി. നീലേശ്വരം മുണ്ടേമാട് റോഡ് ജംഗ്ഷനിൽ നിന്നും രാവിലെ ആരംഭിച്ച പര്യടനം കയ്യൂർ ചീമേനിയിലെ മുഴക്കോത്ത് സമാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ പള്ളിക്കര മുണ്ടേമാട് റോഡിൽ നിന്നും ആരംഭിച്ച LDF സ്ഥാനാർത്ഥി പര്യടനം നീലേശ്വരം നഗരസഭ, തൃക്കരിപ്പൂർ, കയ്യൂർ ചീമേനി, വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി, ചെറുവത്തൂർ, പടന്ന തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് നടന്നത്. 16-ൽ പരം കേന്ദ്രങ്ങളിൽ LDF പ്രവർത്തകർ സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററെ സ്വീകരിച്ചു. പടന്ന കിനാത്തലിൽ നടന്ന സ്വീകരണ യോഗത്തിൽ MV ബാലകൃഷ്ണൻ മാസ്റ്റർ സംസാരിച്ചു. മണ്ഡലത്തിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ KV ജനാർദ്ദനൻ, PV തമ്പാൻ, CJ സജിത്ത്, ജെയിംസ് മാരൂർ, P വിജയകുമാർ, P മുഹമ്മദ് റാഫി, AG ബഷീർ, PC സുബൈദ, സുരേഷ് പുതിയടത്ത്, രജീഷ് വെള്ളാട്ട്, MP ബിജീഷ്, മുകേഷ് ബാലകൃഷ്ണൻ, C ബാലൻ, രതീഷ് പുതിയപുരയിൽ, VV കൃഷ്ണൻ, KM ഭാർഗവി, N സുകുമാരൻ, KM ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലമായി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ ഇടപെടലുകളും അക്കമിട്ട് നിരത്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പര്യടനം. ഓരോ കേന്ദ്രങ്ങളിലും രാജ്മോഹൻ ഉണ്ണിത്താന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. മുണ്ടിയത്തെടുക്ക പള്ളിയിൽ പുത്തൂർ MLA അശോക് റൈ പര്യടനം ഉദ്ഘാടനം ചെയ്തു. കുമ്പോൾ സയ്യിദ് ഉമർ കുഞ്ഞിക്കോയെ തങ്ങളെ സന്ദർശിച്ചും സ്ഥാനാർത്ഥി അനുഗ്രഹം തേടി. പര്യടനം കുമ്പളയിൽ സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സുബയ്യ റൈ, കല്ലട്ര മാഹിൻ ഹാജി, AKM അഷ്റഫ്, NA നെല്ലിക്കുന്ന്, JS സോമശേഖര, അസീസ് മരിക്കെ, മഞ്ജുനാഥ ആൽവ, സുന്ദര ആരിക്കാടി, MB യൂസഫ്, TA മൂസ, M അബ്ബാസ്, സെയ്ദ് ആദി തങ്ങൾ എന്നിവർ വിവിധ പ്രദേശങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. LDF മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹൊസങ്കടി AKG മന്ദിരത്തിന് സമീപം തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഹൊസങ്കടി AKG മന്ദിരത്തിന് സമീപം LDF മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മൊത്തം സമ്പത്തിന്റെ 77% കൈയടക്കിയിരിക്കുന്നത് 10% വരുന്ന ഇന്ത്യയിലെ പണക്കാരാണ്. ബാക്കി 90% കയ്യിലുള്ള സമ്പത്ത് വെറും 23%. കോവിഡ് കാലത്ത് 2020 ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ 102 ആയിരുന്നു. എന്നാൽ കോവിഡ് കാലത്ത് തന്നെ 2022 കണക്കെടുത്തപ്പോൾ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം 166 ഉയർന്നിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ BJPയുടെ ഭരണം കൊണ്ട് ഈ രാജ്യത്ത് സാധാരണ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ജനതാദൾ നേതാവ് ഡോക്ടർ KA ഖാദർ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ നിർവാഹക സമിതി അംഗം KR ജയാനന്ദ, CPI ജില്ലാ കമ്മിറ്റി അംഗം S രാമചന്ദ്ര ബഡാജെ, രാമകൃഷ്ണ കടമ്പാർ, കേരള കോൺഗ്രസ് M നേതാക്കളായ രാഘവ ചേരാൽ, ഷേക്കുഞ്ഞി, കോൺഗ്രസ് S നേതാവ് മനോജ് കുമാർ,
ബർക്കാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പാടി, നാരായണി, രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കെ കമലാക്ഷ സ്വാഗതവും മുസ്തഫ കടമ്പർ നന്ദിയും പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി പ്ലാറ്റ്യൂൺ അസംബ്ലി സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ SYS വിവിധ പദ്ധതികളോടെയാണ് പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുന്നത്. വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും അസംബ്ലിയുടെ ഭാഗമായി നടക്കും. 17 വൈകിട്ട് 5 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി ബേവിഞ്ച നഗരിയിൽ പതാക ഉയർത്തും. 18 വൈകുന്നേരം 4 മണിക്ക് ചെങ്കള ഇന്ദിരാനഗറിൽ നിന്ന് തുടങ്ങുന്ന പ്ലാറ്റിനം സന്നദ്ധ സംഘ അംഗങ്ങളും പ്രവർത്തകരും അണിനിരക്കുന്ന റാലി ചെർക്കള ടൗണിൽ സമാപിക്കും. പ്ലാറ്റൂൺ അംഗങ്ങൾക്ക് പുറമെ പ്രത്യേകം പരിശീലനം ലഭിച്ച സ്വാന്തനം എമർജൻസി ടീം അംഗങ്ങളും പ്രത്യേക യൂണിഫോം ധരിച്ച് റാലിയിൽ അണിനിരക്കും. കേരള മുസ്ലിം ജമാഅത്ത്, SMA, SSF, SJM നേതാക്കളും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ജാഥയിൽ അണിനിരക്കും. വൈകുന്നേരം 5:30 ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഹസനുൽ ആദൽ തങ്ങൾ ദുആയ്ക്ക് നേതൃത്വം നൽകും. കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫിയുടെ അധ്യക്ഷതയിൽ SYS സംസ്ഥാന ഉപാധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ പ്ലാറ്റിനം ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പ്ലാറ്റിനം അസംബ്ലി എന്ന പേരിൽ 18-ാം തീയതി ചെർക്കളയിൽ നടക്കുന്നത്. 17-ാം തീയതി വൈകിട്ട് സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി ബേവിഞ്ച പതാക ഉയർത്തലോടുകൂടി പരിപാടിക്ക് ആരംഭം കുറിക്കും. 18-ന് വൈകിട്ട് 4 മണിക്ക് ചെർക്കളയിൽ SYSൻ്റെ ജില്ലാ ഭാരവാഹികൾ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, തൊട്ടുപുറകിലായി 1000-ഓളം വരുന്ന പ്ലാറ്റ്യൂൺ അംഗങ്ങൾ, അതിൻ്റെ പിന്നിലായി പ്രവർത്തകന്മാർ അണിനിരക്കുന്ന റാലിയും ശേഷം ചെർക്കള ടൗണിൽ പൊതുസമ്മേളനവും നടക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, CMA ചേരൂർ സിദ്ദിഖ് സഖാഫി ബായാർ, അബൂബക്കർ ഹാജി ബേവിഞ്ച, അബ്ദുറസാഖ് സഖാഫി കോട്ടക്കുന്ന് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അണ്ടോളിൽ ഉത്സവത്തിനിടെ യുവാവിനെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും ഒരു സംഘം ആക്രമിച്ചതായി പരാതി. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും കുടുംബം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുന്നുംകൈ ചെമ്മൻകുന്നിലെ കെ നിതിൻ ബാബുവും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് സംഭവം നടന്നത്. ഉത്സവ പരിപാടികൾ കണ്ട ശേഷം നിതിനും ഭാര്യയും കുടുംബാംഗങ്ങളും സമീപത്തെ സ്കൂൾ വരാന്തയിൽ വിശ്രമിക്കവെ ഒരു സംഘം ആളുകൾ എത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും കുടുംബം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. റെസ്റ്റ് എടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക് പോയി. തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ. ആ സ്കൂളിന്റെ വരാന്തയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി. അവിടെ തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഇവളെ അമ്മയുടെ നാടാണ് ഇത്. അങ്ങനെ ഇവൾക്ക് പരിചയമുണ്ടായതുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. ആ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവർ 3 പെൺകുട്ടികൾ കിടക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ അനിയനും തൊട്ടടുത്ത് ഇരുന്ന് മൊബൈൽ നോക്കുകയായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരാൾ ബെഞ്ചിൽ ഒരു ആള് കിടക്കുന്നുണ്ടായിരുന്നു. അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. അവരെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ തന്നെ ആംബുലൻസ് ഡ്രൈവർ, പിന്നീടാന്ന് അറിയുന്നത് ഒരു ആംബുലൻസ് ഡ്രൈവർ ജാബിർ എന്നാണ് അതിൻ്റെ പേര്. അയാൾ പറഞ്ഞത് പ്രകാരം ആണെന്ന് തോന്നുന്നു കുറച്ച് അനീഷ് TV എന്ന് പറയുന്ന ആള് കുറച്ച് ഗ്യാങ് കൂടിയിട്ട് അവിടത്തേക്ക് വന്നു. വളരെ അശ്ലീലമായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അത് കണ്ട് ഞാനും അങ്ങോട്ട് സംസാരിച്ചു. ഞാൻ ഇങ്ങനെയാണ് ഉത്സവത്തിന് വന്നാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ പെങ്ങന്മാരാണ്, എൻ്റെ റിലേറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭാര്യയും ഭർത്താവൊക്കെ വീട്ടിൽ എന്ന രീതിയിൽ സംസാരിച്ച് കുറച്ച് ആൾക്കാർ എൻ്റെ കോളർ പിടിക്കാൻ തുടങ്ങി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദുരിതബാധിതർക്ക് കൈത്താങ്ങൊരുക്കി ചിൽഡ്രൻസ് റീയുണൈറ്റഡ് ഫൗണ്ടേഷൻ. അമ്പലത്തറ സ്നേഹവീട്ടിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസ സഹായം നൽകി വരുന്ന പാലക്കാട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിൽഡ്രൻ റീ യുണൈറ്റഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് സ്നേഹസംഗമം ഒരുക്കിയത്.
കഴിഞ്ഞ 2 വർഷമായി ഫൌണ്ടേഷൻ മുഖാന്തരം 156 പേർക്ക് 1000 രൂപയാണ് പ്രതിമാസം സഹായമായി നൽകി വരുന്നത്. അമ്പലത്തറ സ്നേഹവീട്ടിൽ നടന്ന സ്നേഹസംഗമത്തിൽ ദുരിതബാധിതർ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. ചിൽഡ്രൻ റീയുണൈറ്റഡ് ഫൌണ്ടേഷന്റെ സ്ഥാപകൻ മുംബൈയിലെ വ്യവസായി എസ് ഹരിഹരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ദുരിതബാധിതരുടെ പകൽ വിശ്രമ കേന്ദ്രമായ അമ്പലത്തറയിലെ സ്നേഹവീടിനായി ഉച്ചഭക്ഷണം നൽകാനായി അമൃതം പദ്ധതി തുടങ്ങി. ഉച്ചഭക്ഷണം ഒരുക്കുന്നതിനായി പ്രതിമാസം 1 ലക്ഷം രൂപ കൈമാറുമെന്ന് എസ് ഹരിഹരൻ പറഞ്ഞു. സ്നേഹവീട്ടിൽ ദുരിതബാധിതർക്കായി ഫിസിയോതെറാപ്പിസ്റ്റിനെയും സ്പീച്ച് തെറാപ്പിസ്റ്റിനെയും നിയമിക്കാനും തീരുമാനിച്ചു. നിലവിൽ ദുരിതബാധിതർക്ക് ഫൌണ്ടേഷൻ നൽകി വരുന്ന ആശ്വാസ സഹായം 2000 രൂപയായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. സ്നേഹസംഗമത്തിൽ ദുരിതബാധിതരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ എ വി കുഞ്ഞമ്പു, സബിത ചുരിക്കാട്, ലോക കേരള സഭാ അംഗം പത്മനാഭൻ പടിഞ്ഞാറെ വീട്, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, മുനീസ അമ്പലത്തറ, രതീഷ് അമ്പലത്തറ, പ്രൊജക്ട് ഡയറക്ടർമാരായ മണികണ്ഠൻ, ദേവരാജൻ, കെ കൃഷ്ണദാസ്, ആർ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. LDF ഹൊസ്ദുർഗ് ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി അരയി പാലക്കാലിൽ സംഘടിപ്പിച്ചു. RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 10 വർഷമായി രാജ്യം ഭരിക്കുന്ന BJP കൊണ്ടുവന്നിട്ടുള്ള പല നിയമങ്ങളും നിലപാടുകളും ജനാധിപത്യവിരുദ്ധമാണെന്നും ഭരണഘടനയെപ്പോലും മാറ്റാൻ ആലോചിക്കുന്ന പാർട്ടിയാണ് BJP എന്നും RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. അരയിൽ നടത്തിയ LDF ഹൊസ്ദുർഗ് ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇതിനൊരു ബഫർ സോണായിട്ടാണ് ഹൈദരാലി കണ്ടത്. കാരണം കോഴിക്കോടും തലശ്ശേരി ഇല്ലാതെ ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ ശ്രീരംഗപട്ടണത്ത് ഭരിച്ചിരുന്ന ഹൈദരാലിയും അതുപോലെ സുൽത്താനും ഒരു ബഫർ സോണായിട്ടാണ് ഇതിനെ കണ്ടത്. നമുക്ക് അഡ്മിനിസ്ട്രേഷൻ അതിനായിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പേരെന്തായിരുന്നു? അവിടെ ഒരു മലയുണ്ട്, തോന്നാൻ കാണാം, മനോഹരമായൊരു മലയാണ്. മലേൻ്റെ മീറ്റിൽ നടക്കുന്ന അപ്പോൾ പുറകെ പോകാൻ ഏത് പേരവിടെ ഉണ്ടത്? കുറുമ്പനാട് അവിടെ ഭരിച്ചപ്പോൾ അതിനായിട്ട് 2 ഭാഗമായി. ഒന്ന് കോട്ടയം രാജവംശവും ഒന്ന് കുറുമ്പനാടും. അപ്പോൾ ഈ പ്രദേശം കുറുമ്പനാട് ഭരിച്ചതാണ്. അവിടുത്തെ ക്ഷേത്രം പുരാതനമായ ക്ഷേത്രമാണ്. M. വിജയൻ അധ്യക്ഷത വഹിച്ചു. C. പ്രഭാകരൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, K. രാജ്മോഹനൻ, KV സുജാത, PP രാജു, VV കൃഷ്ണൻ, TP ബാലകൃഷ്ണൻ, സണ്ണി അരമന, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, KV ജയപാൽ, CK നാസർ, രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോളിച്ചാലിൽ LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. BJPയെ എതിർക്കുന്നതിലും മോദി ഭരണത്തെ പുറത്താക്കുന്നതിലും കോൺഗ്രസുകാരെ രാത്രിയും പകലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ കോളിച്ചാലിൽ ചേർന്ന LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ജനത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ വളർന്നപ്പോ 17 തെരഞ്ഞെടുപ്പുകളിലൂടെ തങ്ങളുടെ പരമാധികാരം വിനിയോഗിച്ചുകൊണ്ട് ജനാഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചവരും തോറ്റവരും ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. 40 കോടി ആളുകളെ അന്ന് പറഞ്ഞിരുന്നത് 40 കോടി ആളുകൾ പട്ടിണിക്കാരായ 40 കോടി ആളുകളുടെ നാട് എന്നാണ്. ആ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം ഭക്ഷ്യോത്പാദനം നടത്തുന്ന രാജ്യമാണ്. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് KV കൃഷ്ണൻ, സെക്രട്ടറി VK രാജൻ, MV കൃഷ്ണൻ, ലക്ഷ്മണ ഭട്ട്, M കുമാരൻ, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബു, ജനറൽ സെക്രട്ടറി PK രവീന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര, PT നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. MC മാധവൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് പാണത്തൂരിലെ കലാസംഘം വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഇരട്ട സംഖ്യയിൽ വിജയിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും രാജ്നാഥ് സിംഗ്. തളങ്കര പള്ളിയിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സന്ദർശനത്തെ തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ UDF 20-ൽ 20 സീറ്റ് നേടുമെന്നും ചെന്നിത്തല.
കാസർഗോഡ് തെക്കിലിലെ കൂട്ട വാഹനാപകടം. അപകട കാരണമായത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ദേശീയപാത കരാർ കമ്പനി 2 ട്രെയിലർ ലോറികളിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നത്. കല്ലുമ്മക്കായ കൃഷിയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായ കൗവായിക്കായലിലെ കൃഷിയിടങ്ങൾ അധികൃതർ സന്ദർശിച്ചു. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് തീരുമാനമായില്ല. KCN ഇംപാക്ട്. കാസർഗോഡ് പടന്നയിൽ ഓടിക്കൊണ്ടിരുന്ന മോട്ടോർ ബൈക്കിന് തീപിടിച്ചു. തളിപ്പറമ്പിലെ ആഷിഖിന്റെ ബൈക്കാണ് കത്തി നശിച്ചത്. കാസർഗോഡ് നഗരസഭയിൽ മാലിന്യ നീക്കം നിലച്ചിട്ട് 3 ആഴ്ച പിന്നിടുന്നു. ഫാക്ടറികൾക്കെത്തിക്കുന്ന ഏജൻസികൾക്ക് കുടിശ്ശിക കൃത്യമായി നൽകാത്തതാണ് മാലിന്യം നീക്കം ചെയ്യാത്തതിന് കാരണം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.